കാലവർഷം കനത്തതോടെ എറണാകുളം ജില്ലയിലെ തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. വൈപ്പിൻ, എടവനക്കാടിന് പുറമെ പശ്ചിമ കൊച്ചിയിലെ പല പ്രദേശങ്ങളിലും കടൽ കയറി. കണ്ണമാലിയിലാണ് കടലാക്രമണം ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ടത്. കണ്ണമാലിയിൽ വെള്ളം കയറിയ വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് എടവനക്കാട് നിവാസികൾ ജൂലൈ 4 വരെ പ്രത്യക്ഷ സമരപരിപാടികൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഈ എടവനക്കാട്ട് പ്രതിഷേധം വലിയ രീതിയിൽ അവർ നടത്തിയിരുന്നു. ഇപ്പോൾ എന്തിടപെടലാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? അതുപോലെ തന്നെ ഈ കടലാക്രമണം, കണ്ണമാലിയിലൊക്കെ വലിയ കടലാക്രമണം രൂക്ഷമാണ് എന്നറിയുന്നു. അശ്വതി, പശ്ചിമ കൊച്ചി പ്രത്യേകിച്ച് കണ്ണമാലി ആ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ചെല്ലാനം ടെട്രാപോഡുകൾ സുരക്ഷിതമാണെങ്കിലും അതിനിപ്പുറത്തേക്ക് കണ്ണമാലിയുടെ ഒരു വലിയ തീരങ്ങളെല്ലാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കടലാക്രമണത്തിൻ്റെ രൂക്ഷത, അതിൻ്റെ വന്യത ഏറ്റവും കൂടുതലായി അനുഭവിക്കുകയാണ്. പലരെയും അവിടെ നിന്ന് താൽക്കാലികമായെങ്കിലും വീടുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ളൊരു വേലിയേറ്റ സമയത്ത് വലിയ രീതിയിലുള്ള കടലാക്രമണമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെയാണ് എടവനക്കാട്, വൈപ്പിൻ, നായരമ്പലം, അണിയൽ ബസാർ തുടങ്ങിയ മേഖലകൾ ഇവിടങ്ങളിലും ഈ കാലവർഷം വലിയ ദുരിതങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത്. വലിയ രീതിയിലേക്ക് അവർക്ക് ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എടവനക്കാട് പ്രതിഷേധം വളരെ ശക്തമായിരുന്നു. കാരണം അവിടെ കടൽ ഭിത്തി നിർമ്മിക്കണം, അല്ലെങ്കിൽ പുലിമുട്ടുകൾ നിർമ്മിക്കണമെന്ന ആവശ്യങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ തന്നെ പഴക്കമുണ്ട്. അപ്പോൾ അവരുടെ ജീവിതവും സുരക്ഷിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ സമരരംഗത്തേക്ക് ഇറങ്ങിയത്. എന്തായാലും ഇന്നലെ ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇതിന് ഒരു പ്രത്യക്ഷ സമരത്തിന് ഒരു താൽക്കാലിക അവധി നൽകിയിരിക്കുന്നത്. ജൂലൈ 4 വരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് പോകരുത് എന്നൊരു അഭ്യർത്ഥന കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിന് കാരണം വകുപ്പ് മന്ത്രിയുമായി ഇടപെട്ടുകൊണ്ട് സംസാരിച്ച ഇക്കാര്യത്തിൽ മന്ത്രിസഭയിൽ ഇക്കാര്യം ഉന്നയിക്കുക. കാരണം ക്യാബിനറ്റ് ഡിസിഷൻ അടക്കം വേണ്ട കാര്യങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. ഈ വലിയ രീതിയിലുള്ള കടൽഭിത്തി അടക്കം നിർമ്മിക്കണം എന്നുള്ള കാര്യങ്ങളിലല്ല. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഇടപെടൽ നടത്തണം, അതിനൊരു സാവകാശം വേണം. അതുകൊണ്ട് പ്രത്യക്ഷ സമരങ്ങളിലേക്ക് പോയി മറ്റ് ജനങ്ങൾക്ക് അടക്കം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് പോകരുത് എന്നൊരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ജൂലൈ 4 വരെ അവർ നിർത്തിവെച്ചിരിക്കുന്നത്. അതിനുശേഷം ജില്ലാ കളക്ടർ ചർച്ചയുടെ തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിന് താൽക്കാലികമായ ഒരു ഇടവേള നൽകിയിട്ടുണ്ടെങ്കിൽ കൂടിയും സംയുക്ത സമരസമിതിയുടെ യോഗം ഈ ദിവസങ്ങളിൽ ചേരുന്നുണ്ട്. ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, ഇപ്പോൾ പദ്ധതി പ്രഖ്യാപിച്ചാലും അത് നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ എന്തായിരിക്കും? ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാൻ. എങ്കിലും ഈ സമരസമിതി അതിൻ്റെ യോഗങ്ങളും നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ യോഗം ചേരലും മറ്റ് തീരുമാനങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുകയും ചെയ്യും. തികച്ചും അനുകൂലമായ ഒരു തീരുമാനം മന്ത്രിസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതീക്ഷയിലാണ് എടവനക്കാട് സാധാരണക്കാരായ ജനങ്ങൾ. ഒപ്പം തന്നെയും കണ്ണമാലിയിൽ ചെല്ലാനത്തിൻ്റെ തുടർച്ചയായുള്ള ടെട്രാപോഡിൻ്റെ നിർമ്മാണം കണ്ണമാലിയിലും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ പദ്ധതി വിഹിതമെല്ലാം തന്നെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളോ ഒരു സാധ്യതയോ പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഒരുപക്ഷെ ഈ രീതിയിലേക്ക് തന്നെ അവിടെയും സമരം, ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ സജീവമാണ്. ഡാനി, കണ്ണമാലിയിൽ ഈ കടൽകയറ്റമുണ്ടായി ആളുകളെ അവിടെ നിന്നും മാറ്റിപ്പാർപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇവര് ഇനി എല്ലാ വർഷവും, എല്ലാ കാലവർഷവും ഉണ്ടാകുമ്പോഴും ഉള്ള ബുദ്ധിമുട്ടാണ് അവർക്ക്. ഈ ക്യാമ്പിലേക്ക് മാറ്റിയവരെ ഉടൻ തന്നെ തിരിച്ചു കൊണ്ടുവരുമോ, അതോ ഈ കാലവർഷം കഴിയുന്നതുവരെ അവർ ക്യാമ്പിൽ തുടരേണ്ടി വരുമോ? ആക്ച്വലി ഈ കണ്ണമാലി അല്ലെങ്കിൽ ഇത്തരം തീരദേശ മേഖലകളിലെ ജനങ്ങളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഈ വേലിയിറക്ക സമയത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ടാണ്. വേലിയേറ്റ സമയത്ത് അതിശക്തമാകുമ്പോൾ അവർക്ക് ആ വീടിനകത്ത് കഴിയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അവരെ താൽക്കാലികമായി എവിടേക്കെങ്കിലും മാറ്റുന്നു. വേലിയിറക്കമാകുമ്പോൾ അവർ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയും ഈ നാശനഷ്ടങ്ങൾ എന്തെല്ലാം നഷ്ടപ്പെടാതിരിക്കുന്നുണ്ട് അത് സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് അവർ കഴിഞ്ഞു പോകുന്നത്. താൽക്കാലികമായ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അത് ഈ കുറച്ച് ദിവസങ്ങളിൽ കടൽ ഒന്ന് ശമിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ച വീട്ടിലേക്ക് തന്നെ പോകുന്നൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ 1-2 ദിവസം കൂടി ഓരോരുത്തർ ക്യാമ്പുകളിലുണ്ടാകും. അതിനുശേഷം തിരിച്ച വീടുകളിലേക്ക് പോകും. കാരണം ഇപ്പോൾ ഏറ്റവും രൂക്ഷമായ വേലിയേറ്റ സമയം ഉണ്ടാകുന്നത് ഈ ദിവസങ്ങളിലായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വലിയ രീതിയിൽ തന്നെ ഇവിടങ്ങളിലെ ജനജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് കടൽ കയറുന്നു. അപ്പോൾ അവിടേക്ക് മാറ്റിയിരുന്നു. ഇനി ഒരു പക്ഷേ ഒരു 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചവർ വീട്ടിലേക്ക് പോകും. നിലവിൽ ഇറക്ക സമയത്ത് അവർ വീടുകളിലേക്ക് ചെന്ന വീടിൻ്റെ ഒരു ക്രമീകരണം, അത് സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നത്, കൂടുതൽ നഷ്ടപ്പെടാതിരിക്കാൻ എന്തെല്ലാം ചെയ്യും, ഇതെല്ലാമാണ് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഇതെല്ലാം തന്നെ മാറിക്കഴിഞ്ഞുവെന്നാണ്. ആരോടും
പറഞ്ഞിട്ട് കാര്യമില്ല എന്ന രീതിയിൽ ആണ് അവർ മുന്നോട്ട് പോകുന്നവരാണ് ഒരു ജനത. അവർക്ക് കടൽ ഭിത്തിയോടൊരു നിർമ്മാണം തന്നെയാണ് അവരൊരു ശാശ്വതമായ ഇത്തരം ദുരിതങ്ങളിൽ നിന്ന് മോചനം നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്നവർ വൈകാതെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.